ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹൈറച്ച് ഊളകളുടെ തള്ളുകൾക്ക് ഒരു ദിവസത്തിൻ്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഹൈക്കോടതിയിൽ നിന്ന് സെഷൻ കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് വിധി വന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായി, ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായി, ഇത് തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്, ഇവരുടെ ആവശ്യം പാടെ നിരസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഇതിൻ്റെ വിധിന്യായങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷിനെ മലയാളത്തിലാക്കിയിട്ടും തമിഴിലാക്കിയിട്ടും ഹിന്ദിയിലാക്കിയിട്ടൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് തള്ളി എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഡിസ്പോസ്ഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിൽബർ സാർ പറഞ്ഞിരിക്കുന്നത് തള്ളിക്കളഞ്ഞു എന്നാണ്. വത്സൻ സാറ് കൊടുത്ത കേസ്, ലീഡർമാർക്കെതിരെ കേസെടുക്കണം, മറ്റ് ജില്ലകളിലും FIR ഇടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കേസ് ഡിസ്പോസ്ഡ് ഓഫ്, തള്ളിക്കളഞ്ഞു എന്നാണ് മനസ്സിലായില്ലേ അവൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് തള്ളിയിരിക്കുന്നത് എന്ന്. നമുക്കറിയാം, പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്നത് ജൂലൈ 5-ാം തീയതിയാണ്. ജൂലൈ 5-ാം തീയതി 8 മണിക്കാണ് പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ദിവസം തന്നെ 7-ാം തീയതി തന്നെ ബെയിൽ അപ്ലിക്കേഷൻ കൊടുത്തതാണ്. അത് 2 ആഴ്ചയ്ക്ക് ശേഷം 22-ാം തീയതിയാണെന്ന് തോന്നുന്നു, ജൂലൈ 22-ാം തീയതി ആ ബെയിൽ അപ്ലിക്കേഷൻ പ്രഥമ ദൃഷ്ട്യാ ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുകയാണ്. അവിടെയും തള്ളിക്കളയുകയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ പ്രമാഫേസ്യ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജാമ്യാപേക്ഷ തള്ളിക്കളയുകയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ സമയത്ത് അന്വേഷണം പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പമുള്ള കാര്യങ്ങൾ മാത്രമാണ് കോടതിക്ക് മുമ്പാകെ ഉണ്ടായിരുന്നത്. ഇവർ ചെയ്തിരിക്കുന്ന നിരവധി തട്ടിപ്പുകൾ, ഇവരുടെ മുൻകാല ചരിത്രം, അതുപോലെ തന്നെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന 25ഓളം FIRകളുടെ ഡീറ്റെയിൽസ് എന്നിവ മാത്രമായിരുന്നു ആ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിട്ടാണ് CBI സ്പെഷ്യൽ കോർട്ട് 2 ജഡ്ജായ ബഹുമാനപ്പെട്ട ജഡ്ജ് ആ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. അതിനുശേഷം ഇവർ ജൂലൈ 30-ാം തീയതി തന്നെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ 10-15ഓളം വാദങ്ങൾ നടന്നു. ഇവർ തന്നെ കേസ് മാറ്റിവെച്ചതായിട്ട് ഇവർ തന്നെ സമ്മതിച്ചു. 2 മാസത്തൊക്കെ നീട്ടിവെക്കുന്ന കാര്യങ്ങൾ കണ്ടു അല്ലേ. വക്കീലന്മാർ 10-15 ആൾക്കാരുള്ള ടീമിൻ്റെ വക്കീലന്മാർ സ്വയം കുഞ്ഞിയുടെ എന്തോ പാല് കൊടുക്കലുണ്ട്, ആരോ അകന്ന ബന്ധു മരിച്ചു, ഓപ്പറേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നു. എന്താണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ കോരം വാദിക്കുന്നു. FIR ഇല്ല സാർ, അങ്ങനെയാണ് സാർ, തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് വാദിക്കുന്നു. എന്നാൽ ഒരിക്കലും ആ കോടതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അത്. കോടതി ഇദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കേണ്ടത്. വിചാരണ കോടതിയല്ല. ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യം ആർക്കും തന്നെയില്ല. അത് കേൾക്കേണ്ട ജഡ്ജിനുമില്ല. ഇത്തരം കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ വിചാരണ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ പോയി പിന്നെ ഡിസംബർ ആകുമ്പം എല്ലാവരുടെയും ബെഞ്ച് ഷഫിൾ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി. പിന്നെ ഇവർ തന്നെ അത് ജനുവരിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തു. ജനുവരി 6-ാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തു.
പിന്നെ നമ്മളെ പോലെയുള്ള പാവങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞു. പക്ഷെങ്കിൽ നേരെ ഇവർക്ക് എന്തായി, എന്നാൽ പിന്നെ നമുക്ക് മുന്നോട്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇതിപ്പം 10 മാസത്തിൽ പ്രസവിക്കേണ്ട കുഞ്ഞിനെ 5-ാം മാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞി ബാക്കി ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ കുറച്ചുകൂടി ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തീരുമാനം ആവുമായിരുന്നു. അപ്പോൾ ഇവന്മാരുടെ ഇന്നത്തെ കളി കണ്ടപ്പോൾ ജഡ്ജി ഒരു കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇവരുടെ ആ ഒരു കെട്ടുകണക്കിന് നമ്മളെ ലൈവിൽ കണ്ടതാണ്. ജഡ്ജിനെ ഇത്രയും കെട്ടുകണക്കിന് സാധനം എടുക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും വലിയ കുറ്റമാണ് ഈ ചങ്ങായി ചെയ്തിരിക്കുന്നത്. ഇത്രയും റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് എടുത്തിട്ട് പൊന്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൻ്റെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കേസിനെ തന്നെ ബാധിക്കും എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇത് എവിടെയാണോ ട്രയൽ നടക്കേണ്ടത് അവിടെ കുറ്റപത്രങ്ങളും അന്വേഷണങ്ങളും ഒക്കെ അവസാനിച്ച സമയത്ത് ഈ ഒരു സെഷൻ കോടതിയുടെ പ്രാധാന്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ബെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടത് ബെയിൽ കോടതിയാണ്. മറ്റുള്ള കുറ്റവാളികൾക്ക് എല്ലാവർക്കും ബെയിൽ കൊടുക്കുന്നത് സെഷൻ കോടതിയാണ്. ഇവരുടെ PMLA കോടതിയാണ്, സെഷൻ കോടതിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് കിട്ടുമെങ്കിൽ എടുത്തിട്ട് പോയിക്കോടോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കേസ് അങ്ങ് തള്ളിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വക്കീലന്മാരുടെ കളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ കേസ് പിൻവലിക്കുകയും ഇവിടെ കോരം വാദിക്കേണ്ട സമയമാണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ, കോരം എല്ലാ സിറ്റിങ്ങിലും കോരം വാദിക്കാറുണ്ട്. പക്ഷേങ്കിൽ കിട്ടാറില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ജാമ്യം കൊടുത്തു. എനിക്ക് തോന്നുന്നു 37 പ്രതികളിൽ എല്ലാവർക്കും ജാമ്യം കൊടുത്തു, ഇൻക്ലൂഡിങ് ശ്രീനക്കടക്കം ജാമ്യം കൊടുത്തു. പക്ഷേങ്കിൽ പ്രതാപനോട് പറയുന്നു, നീ കുറച്ച് കാലം കൂടി അവിടെ കിടക്കും മോനെ. 21-ാം തീയതി വരെ, ഡിസംബർ 21-ാം തീയതി വരെ പ്രതാപൻ്റെ റിമാൻഡ് നീട്ടിയിരിക്കുകയാണ് കോടതി. പണ്ട് വെറും റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിട്ട് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കോടതിയിലേക്കാണ് പ്രതാപൻ 11,500 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ബെയില് തരുമോ എന്ന് ചോദിച്ചിട്ട് പോകുന്നത്. എന്താണല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇവർക്കല്ല തന്നെ ഇങ്ങനത്തെയുള്ള കോടതികൾ അലർജിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ പറഞ്ഞു. സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ വേറെ ജനീവയിലുള്ള അന്താരാഷ്ട്ര കോടതിയിൽ. ഇവർക്ക് അന്താരാഷ്ട്ര കോടതിയിൽ പോകാൻ പോലും കഴിവുള്ള ആൾക്കാരാണ്. 198 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന കമ്പനിയാണ് ഹൈറിച്ച്. 198 രാജ്യങ്ങളിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഒരു സൈക്കിൾ ഉന്തിയിട്ട് ഇവരുടെ സാധനം കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഒരു ഡെലിവറി ബോയുമില്ല. പക്ഷേങ്കിൽ പേര് ഓൺലൈൻ ഷോപ്പിംഗ്. ഇതൊക്കെ കാണുമ്പോൾ ഇവരെ കളിയാക്കുവാണ്. എങ്ങനെയാണ് ഇവരെ കളിയാക്കാതിരിക്കുക? നിങ്ങൾ പറ, ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കളിയാക്കാതിരിക്കുക? ഒരുപാട് ചില ആൾക്കാരൊക്കെ ഇന്ന് പറയുന്നത് കേട്ടു, ഓന് ഈ പാവപ്പെട്ട പൈസ പോയ ആൾക്കാരോട് യാതൊരു സിമ്പതിയുമില്ല, അവനൊക്കെ നമ്മളിങ്ങനെ കളിയാക്കുകയാണ് എന്ന്. ഈ കള്ളന്മാർക്ക് ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന നിങ്ങളോട് പിന്നെ എന്താണ് കാണിക്കേണ്ടത്? കളിയാക്കുമല്ലാണ്ട്. ഈ 3,600 കോടി പറ്റിച്ച് മൂഞ്ചിച്ച് നശിപ്പിച്ച ആൾക്കാർക്ക് ഇപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്ന നിങ്ങളെ പിന്നെ കളിയാക്കുക അല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ കളിയാക്കും, പറ്റുന്നത്ര കളിയാക്കും. അത്ര മാത്രമേ പറയാനുള്ളൂ. ബൈ.